കാര്യവട്ടം ക്യാമ്പസിലെ വിദ്യാർത്ഥി സംഘർഷത്തിൽ SFIയെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി നിയമസഭയിൽ. ഇടിമുറിയിലൂടെ വളർന്ന പ്രസ്ഥാനമല്ല SFI എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ഈ ഗുണ്ടാപ്പട CPMനെയും കൊണ്ടേ പോകൂ എന്ന് പ്രതിപക്ഷ നേതാവ് തിരിച്ചടിച്ചു. SFI കേരളത്തിൽ ബാധ്യതയായി മാറിയെന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ വിൻസെന്റ് MLAയും ആരോപിച്ചു. കാര്യവട്ടം ക്യാമ്പസിലെ ഇടിമുറിയിൽ KSU നേതാവിനെ ക്രൂരമായി മർദ്ദിച്ചെന്ന പരാതിയും ശ്രീകാര്യം സ്റ്റേഷന് മുന്നിലുണ്ടായ സംഘർഷങ്ങളും സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് വിൻസെന്റ് MLA ആണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. പ്രത്യയശാസ്ത്രത്തിന്റെ അടിത്തറയിലല്ല ഇടിമുറിയുടെ പിൻബലത്തിലാണ് SFI പ്രവർത്തിക്കുന്നതെന്നും പോലീസുകാർ നോക്കി നിൽക്കെ തന്നെ മർദ്ദിച്ചെന്നും വിൻസെന്റ് MLA പറഞ്ഞു. സാർ 50ഓളം പോലീസുകാർ നോക്കി നിൽക്കുകയാണ് SFIക്കാർ കയ്യേറ്റം ചെയ്തത്. സാർ, ഒരു മന്ത്രിയുടെ കാറിൽ കൊടികെട്ടിയതിന്റെ പേരിൽ SFI നേതാക്കളുടെ വീട് റെയ്ഡ് ചെയ്ത് അറസ്റ്റ് ചെയ്ത പോലീസ്, എന്നെ KSUക്കാരുടെ വീട് റെയ്ഡ് ചെയ്ത് അറസ്റ്റ് ചെയ്ത പോലീസ് എന്നെ ആക്രമിച്ചപ്പോൾ നോക്കി നിൽക്കുകയാണ് സാറേ ഒരു കോഗ്നൈസബിൾ ഓഫൻസ് നടക്കുന്നുവെന്ന് കണ്ടിട്ടും കയ്യും കെട്ടി നിൽക്കുന്ന കൃത്യവിലോപം നടത്തിയ ആളുകളാണ് ഞാൻ കൃത്യനിർവഹണത്തിന് തടസ്സപ്പെടുത്തിയെന്ന്. സംഘർഷത്തിൽ യാതൊരു രാഷ്ട്രീയ വിവേചനവും ഇല്ലാതെയാണ് നടപടി സ്വീകരിച്ചതെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ക്യാമ്പസുകളിൽ ഇടിമുറിയുണ്ടെന്ന ആരോപണം തള്ളി. SFIയെ ബോധപൂർവം താറടിച്ചു കാണിക്കാൻ ശ്രമിക്കുന്നുവെന്നും പിണറായി വിജയൻ പറഞ്ഞു. സർ, ഇടിമുറിയിലൂടെ വളർന്നു വന്ന പ്രസ്ഥാനമല്ല SFI. ഈ കേരളത്തിലെ വിവിധ കലാലയങ്ങളിലും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നിറഞ്ഞു നിന്ന സംഘടനയായിരുന്നില്ലേ KSU? ഓർമ്മയില്ലേ? എങ്ങനെയാണ് നിങ്ങൾ ശോഷിച്ചു പോയത്? എങ്ങനെയാണ് ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിയത്? ഇന്നത്തെ അവസ്ഥയിൽ എങ്ങനെ എത്തി? ഇതല്ലേ ആലോചിക്കേണ്ടത്. ഇടിമുറിയിലൂടെയാണോ? നിങ്ങൾ നടത്തിയ ആക്രമണങ്ങളെ വിവിധ തലങ്ങളിൽ നേരിട്ടുകൊണ്ട് തന്നെയല്ലേ SFI വളർന്നു വന്നത്? മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഏത് വൃത്തികേടിനും ലൈസൻസ് നൽകുന്നതാണെന്നും നെറുകെട്ട രാഷ്ട്രീയത്തിന്റെ ഇൻക്യുബേറ്ററിൽ വിരിയുന്ന ഗുണ്ടാപ്പട നിങ്ങളെയും കൊണ്ടേ പോകുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. നിങ്ങളുടെ നെറുകെട്ട രാഷ്ട്രീയത്തിന്റെ ഇൻക്യുബേറ്ററിൽ വിരിയിച്ചെടുക്കുന്ന ഈ ഗുണ്ടാപ്പട നിങ്ങളെയും കൊണ്ടേ പോകുള്ളൂ. ഒരു സംശയവും വേണ്ട, നിങ്ങളെയും കൊണ്ടേ പോകുള്ളൂ. സാർ, ഇവിടെ മുഖ്യമന്ത്രി കുറെ കാര്യം പറഞ്ഞല്ലോ, എനിക്കതിന് മറുപടി പറയണമല്ലോ. സാർ, ഇവിടെ അലിഖിത നിയമവാഴ്ചയാണ്, പ്രാകൃത ശിക്ഷാരീതിയാണ്. സിദ്ധാർത്ഥിന്റെ കേസിൽ പോലീസ് കൊടുത്ത റിമാൻഡ് റിപ്പോർട്ട് ഹോസ്റ്റലിൽ അലിഖിതമായ നിയമവാഴ്ചയാണെന്നാണ്. എന്തും ചെയ്യാം, പ്രാകൃതമായ ശിക്ഷാ നടപടികളാണെന്നാണ്. എന്നിട്ടാണ് ന്യായീകരിക്കുന്നത്. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. പ്ലക്കാർഡുകൾ ഉയർത്തി ബഹളം തുടർന്നതോടെ നടപടികൾ വേഗത്തിലാക്കി സഭ നേരത്തെ പിരിഞ്ഞു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.